എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ. ഞാൻ ഈ യൂട്യൂബിൽ വന്ന സമയം തൊട്ട്, അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയ സമയം തൊട്ട് ഞാൻ കേൾക്കാൻ തുടങ്ങിയൊരു കാര്യമാണ്, പൈസ കിട്ടി തുടങ്ങിയോ, എത്ര രൂപ കിട്ടുന്നുണ്ട്, പൈസ കിട്ടി തുടങ്ങിയെന്നൊക്കെ. നമ്മൾ വെറുതെ യൂട്യൂബിൽ അങ്ങ് വീഡിയോസ് ഒന്നും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പൈസ ഒന്നും കിട്ടത്തില്ല. അത് ഇപ്പോൾ ഉള്ള എല്ലാ ആൾക്കാർക്കും അറിയാമായിരിക്കും. നമ്മൾ എത്ര വീഡിയോ ഇട്ടാലും വെറുതെ വീഡിയോ ഇട്ടുകൊണ്ട് യൂട്യൂബിൽ പൈസ കിട്ടില്ല. അത് കാണാൻ ആൾക്കാർ വേണം, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ വേണം, എങ്കിൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. പഴയ പോലെയല്ല. പഴയ കാലത്ത് നമ്മൾ എങ്ങനെ വീഡിയോ ഇട്ടാലും എനിക്കൊന്ന് ഒരുമാതിരി കയറുമായിരുന്നെന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ചുറ്റുപാടുള്ളവരെല്ലാം യൂട്യൂബേഴ്സാണ്. നല്ല നല്ല കണ്ടന്റുകളാണ് ഇടുന്നത്, നല്ല രീതിയിലാണ് ഇടുന്നത്, നല്ല ക്വാളിറ്റിയിൽ, നല്ല ക്ലാരിറ്റിയിൽ, നല്ല അടിപൊളിയായിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഇന്ന് നമ്മുടെ ചുറ്റുമുള്ളതല്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി വീഡിയോസ് ഇട്ടുണ്ടെന്നോ അതൊന്നും കയറാനേ പോകുന്നില്ല. അതൊരു യാഥാർത്ഥ്യമാണ്, അതൊരു സത്യമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ട സമയത്ത്, വീഡിയോകൾ ഇടാൻ തുടങ്ങിയ സമയത്ത്, ഇതിപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നോട് ആൾക്കാർ ചോദിക്കും, പൈസ കിട്ടിയോ, പൈസ കിട്ടുന്നുണ്ടോ, എത്ര രൂപ കിട്ടുന്നുണ്ടെന്നൊക്കെ. പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. പിന്നെ നിങ്ങളൊരു പുതിയ യൂട്യൂബറാണ്, നിങ്ങൾ ആദ്യമായിട്ടൊക്കെ വീഡിയോസ് ഇട്ട് തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഞാൻ ചെയ്ത മിസ്റ്റേക്കുകൾ നിങ്ങൾ ചെയ്യാനായിട്ട് പാടില്ല. അതായത് ഞാൻ ഈ യൂട്യൂബിലെ വീഡിയോസ് ഇട്ട് തുടങ്ങിയ സമയത്ത് ഞാൻ സ്ഥിരമായിട്ട് വീഡിയോസ് ഇടുമായിരുന്നു. അത്യാവശ്യം എൻ്റെ ചാനലിന് നല്ല റീച്ച് കിട്ടി. കാരണം ലോങ് വീഡിയോസ് ആയിരുന്നു ഞാൻ ഇടുന്നത്, ഷോർട്ട് വീഡിയോസ് ഒന്നും ഇടുന്നുണ്ടായിരുന്നില്ല. ലോങ് വീഡിയോസ് ഇടുന്ന സമയത്ത് അത് നല്ല രീതിക്ക് കയറുന്നുണ്ടായിരുന്നു. ഞാൻ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടി നല്ല രീതിക്ക് വീഡിയോസ് കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് സ്കിൻ കെയർ, ഹെയർ കെയർ റിലേറ്റഡ് കാര്യങ്ങളായിരുന്നു ഞാൻ ചെയ്യുക. അതാണ് എൻ്റെ ഒരു മിസ്റ്റേക്കായിട്ട് എനിക്ക് പിന്നീട് തോന്നിയത്. ഞാൻ സ്കിൻ കെയർ, ഹെയർ കെയർ മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടായിരുന്നു, അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് വന്നു. എൻ്റെ ചാനലിന് ഏകദേശം ഒരു 4000 വാച്ച് അവർ അടുപ്പിച്ചാകാറായി. അതായത് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആകുന്നതിൻ്റെ ആ ഒരു രീതിയിലേക്ക് ആകാറായ സമയത്ത് എനിക്ക് എൻ്റെ ചില പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ട് എനിക്ക് വീഡിയോസ് ഇടുന്നത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു, എനിക്ക് നിർത്തേണ്ടി വന്നു. പിന്നീട് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, ഞാൻ വീഡിയോസ് ഇടാറേ ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ ഒരു മാസത്തിലൊരു വീഡിയോസ്, ചില മാസങ്ങളിൽ വീഡിയോസ് ഇടത്തില്ല, ചിലപ്പോൾ 2 എണ്ണം ആയാലായി. അങ്ങനെ എൻ്റെ ചാനലിൻ്റെ റീച്ച് ഫുള്ളായിട്ട് ചാനലിൻ്റെ റീച്ച് പോയി. പിന്നെ വീഡിയോസ് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ വീഡിയോസ് ഇട്ട് തുടങ്ങിയപ്പോൾ അതൊന്നും ആരും കാണുന്ന കൂടി ഉണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അതുവരെ ഷോർട്ട് വീഡിയോസ് ഇടാത്ത ഞാൻ പിന്നെ ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇടാൻ തുടങ്ങി. ആദ്യം ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടത് എൻ്റെ ലോങ് വീഡിയോ കട്ട് ചെയ്തിട്ട് തന്നെ ഷോർട്ട് വീഡിയോസ് ഒക്കെ ഞാൻ ഇട്ട് തുടങ്ങി. പിന്നെ എനിക്ക് മനസ്സിലായി അതൊന്നും കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ഷോർട്ട് വീഡിയോകൾ ഷൂട്ട് ചെയ്തിട്ട് ഇടാൻ തുടങ്ങി. ഷോർട്ട് വീഡിയോ ചെറിയ രീതിയിലൊക്കെ കയറി തുടങ്ങി. പക്ഷെ എന്നാലും ആ ലോങ് വീഡിയോസിന് പണ്ട് എനിക്ക് കിട്ടിയിരുന്ന അത്രയും രീതിയിലുള്ള വ്യൂസ് കിട്ടാതായി. അപ്പോൾ അതിനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മൾ ഒരു പുതിയ യൂട്യൂബറാണ്, അല്ലെങ്കിൽ നമുക്ക് യൂട്യൂബ് എന്ന് പറയുന്ന ഫീൽഡിൽ നിൽക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ഒരിക്കലും നമ്മൾ ഈ വീഡിയോസ് ഇടുന്നത് നിർത്താനേ പാടില്ല. നമ്മൾ പുതിയ ഒരാളാണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക. നല്ല റീച്ച് ആകുന്നവരെ നമ്മൾ ദിവസം വീഡിയോ ഇടുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സമയത്ത് ഷോർട്ട് വീഡിയോസ് നമുക്ക് ഇട്ടാൽ നല്ല രീതിയിൽ നമ്മളെ അത് സഹായിക്കും നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്തിന്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോ നിങ്ങളുടെ വൈറലായി കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ആ ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർ അതേ രീതിയിലുള്ള വീഡിയോസ് നമ്മളെ ഇടുന്ന സമയത്ത് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്തോളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം വീഡിയോസ് ഇടുക. നമ്മുടെ ചാനലിന് ഒരു നല്ല റീച്ച് ആകുന്നവരെ നമ്മൾ ഡെയിലിയോ അല്ലെങ്കിൽ ആഴ്ചയിലോ ഒരു 3 or 4 വീഡിയോസ് നമ്മൾ ഇട്ട് നോക്കുക. അങ്ങനെ ഇടണം, എങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ റീച്ച് ആകുള്ളൂ. അല്ലാതെ ആഴ്ചയിലൊരിക്കൽ, മാസത്തിലൊരിക്കൽ, ആഴ്ചയിൽ 2, മാസത്തിൽ 2 അങ്ങനെയൊന്നും ചെയ്താൽ ചാനൽ പോകത്തില്ല. അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇട്ടതിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു എക്സ്പീരിയൻസ് ആണത്. അതാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ നല്ല രീതിയിൽ ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ, നിങ്ങൾ നല്ല നല്ല കണ്ടന്റുകൾ കൊണ്ടുവന്നിട്ട് നമ്മൾ ഒരാഴ്ച 4-5 വീഡിയോസ് എങ്കിലും ഇട്ട് നിങ്ങൾ നോക്കുക. നിങ്ങളുടെ ചാനൽ ശരിക്കും റീച്ച് ആയിക്കോളും. ഇതിൻ്റെ ഒരു റീച്ച് പോയി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നീട് ഡെയിലി വീഡിയോസ് ഒന്നും ഇട്ടിട്ട് ഒരു പ്രയോജനമില്ല. അത് കയറാൻ പോകുന്നില്ല. അതൊരു അൽഗോരിതം അല്ലേ. അപ്പോൾ അതനുസരിച്ച് ഇത് നമ്മുടെ ചാനലിൻ്റെ വീഡിയോസ് പോകില്ല. അതൊരു യാഥാർത്ഥ്യമാണ്, അതൊരു സത്യമാണ്. എൻ്റെ ചാനലിനെ കുറിച്ച് ചോദിക്കുന്നവരോട്, എനിക്ക് ചാനലിൽ നിന്ന് പൈസ ഒന്നും കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ചാനൽ ഫുൾ കുളമായിട്ടിരിക്കുകയാണ്. ഞാൻ മാക്സിമം വീണ്ടും ഇട്ടിട്ടൊക്കെ നോക്കി നോ രക്ഷ. അതാണ് എൻ്റെ എക്സ്പീരിയൻസ്. അപ്പം ഈ ഒരു കാര്യം എനിക്ക് ഇതിവിടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി. കണ്ടത് എൻ്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ
ഇങ്ങനെ ഇങ്ങനെ കൊള്ളുകയാണ്. അപ്പം അത് നിങ്ങളോട് വീഡിയോസ് ഇടുന്ന ആരെങ്കിലും എൻ്റെ ഈ ഒരു വീഡിയോ എങ്ങനെയെങ്കിലും യാദൃശ്ചികമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ ചാനലിന് ഗ്രോത്ത് ഉണ്ടാകണം, നമുക്കതിന് ഇൻകം ഉണ്ടാകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് വീഡിയോസ് ഇടുക. അല്ലാതെ എന്നെ പോലൊക്കെ വല്ലപ്പോഴും വീഡിയോ ഇട്ടാലൊന്നും ചാനൽ റീച്ച് ആവില്ല, ചാനലിന് ഗ്രോ ചെയ്യില്ല. നമ്മളിനി ചാനൽ ഫുള്ള് ഡൗൺ ആയിട്ട് പിന്നെ നമ്മൾ വെറുതെ കിടന്ന് വീഡിയോസ് ഒന്നും ഇട്ടിട്ട് ഒരു കാര്യമില്ല, ആ ചാനൽ പോയി. അതാണ് അതിൻ്റെ സത്യം. അപ്പോൾ എനിക്ക് വരുമാനം അല്ലെങ്കിൽ ഇൻകം ഒന്നും എനിക്കിതുവരെ കിട്ടിയില്ല. കിട്ടിയേനെ, പക്ഷെ ഞാൻ തന്നെ അത് കൊണ്ടുവന്ന് കലക്കിൽ കൊണ്ടുവന്ന് കുട ഉടച്ചു. അതുകൊണ്ടാണ് എനിക്കൊന്നും കിട്ടാതായി പോയത്. അപ്പം ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരരുത്, പണി കിട്ടരുത്. അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങൾക്ക് പുതിയൊരു യൂട്യൂബർ ആണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും വീഡിയോസ് പറ്റുമെങ്കിൽ വീഡിയോസായിട്ടൊക്കെ കാണാം. ബൈ ബൈ.